ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ജോസ്മിയാണ്. നമ്മൾ അമ്മമാർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ നേരത്ത് അതിപ്പോൾ എന്തുമായിക്കോട്ടെ, ഏറ്റവും കുറഞ്ഞ സാധനം മുതൽ അല്ല ഏറ്റവും കുഞ്ഞു സാധനം മുതൽ ഏറ്റവും വലിയ സാധനം വരെ നമ്മൾ വാങ്ങാൻ നേരത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല കെയർഫുൾ ആയിരിക്കും. കാരണം അത് കുഞ്ഞിന് പറ്റുമോ, കുഞ്ഞിൻ്റെ സ്കിന്നിന് അത് സ്യൂട്ട് ആകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി വരുമോ. ഇപ്പോൾ ഡ്രസ്സ് വാങ്ങുവാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് അല്ലാത്ത ഡ്രസ്സുകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് ആ ഡ്രസ്സൊക്കെ നമ്മൾ ധരിപ്പിക്കാൻ വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ കളറ് അലർജിയൊക്കെ ആവാറുണ്ട്. അപ്പം നമ്മൾ നല്ല ബ്രാൻഡുകൾ നോക്കിയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ക്ലോത്ത് പോലും വാങ്ങാറ്. അതുകൊണ്ടാണ് നമ്മൾ കഴുകാതെ ഒരു കുഞ്ഞിനെ പോലെ ഒരു പുതിയ ഡ്രസ്സ് ഇടിയിക്കരുതെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് അവരുടെ ദേഹത്ത് ഉപയോഗിക്കുന്ന ഓരോ ക്രീമുകളായിക്കോട്ടെ, ഓയിലുകളായിക്കോട്ടെ. ഇപ്പം കാജല കുഞ്ഞുങ്ങൾക്ക് കണ്ണൊക്കെ എഴുതി കൊടുക്കും കൂടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടേ വാങ്ങാവുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ വാങ്ങുമ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇത് എൻ്റെ കുഞ്ഞിന് പറ്റുമോ, എൻ്റെ കുഞ്ഞിന് ഇത് സ്യൂട്ട് ആവുമോ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഏതായിരിക്കും ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നല്ലൊരു ക്രീം ഏതായിരിക്കാം സ്കിന്നിനെ നല്ലപോലെ സോഫ്റ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ നല്ല ഒരു ആ ഒരു കുഞ്ഞു സ്കിന്നിൻ്റെതായ ആ ഒരു സ്മൂത്ത്നെസ് തരുന്നത്, അലർജിക്ക് ആവാത്തതായിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ ഏതാണെന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ ചിന്തിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ജോർഡിനാണ് മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ജോന് ചില സമയത്ത് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ, ചില സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്ന സമയത്ത്. അപ്പം ജോർഡിനെ ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. നിങ്ങളെ അത് കാണിച്ച് ഞാൻ തരാം. കാരണം അത് ഞാൻ കാണിക്കാൻ റെഡി ആയിരിക്കുന്നത് തന്നെ ഇത്രയും നാളും കുറച്ച് മാസങ്ങളായി ഇതെൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇത് ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചിട്ട് അവൻ്റെ സ്കിന്നിന് വേറെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും തന്നെ വന്നിട്ടും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇത് പ്യുവർ ഓർഗാനിക് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റുമാണ്. നല്ല റിസൾട്ടും തരുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളോ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഞാനിത് കാണിച്ചത്. ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉപയോഗിച്ച് നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ ഈ ഒരു സംഭവം കുറച്ച് 2 മാസം മുമ്പ് ഉള്ളൊരു വ്ളോഗിനകത്ത് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിറ്റിൽ റിച്വൽസിൻ്റെ ബയോ ബോഡി ബട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്രീമാണ്. അത് മോയ്സ്ചറൈസർ നമുക്കിതിനെ പറയാം. ഇതിനകത്ത് ഉള്ളത് ഇൻഗ്രീഡിയൻസ് ഒരു മെയിനായിട്ട് പറയുന്നത് പംകിനുണ്ട്, ഷിയയുണ്ട്, സീബക്തോൺ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നറിഷ് പ്ലസ് പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇതുണ്ട്. നറിഷ് പ്ലസ് പ്രൊട്ടക്റ്റ് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 100 ഗ്രാംസ് ആണ് കേട്ടോ ഇത്. ഈ 100 ഗ്രാംസിന് ഇവർ പറഞ്ഞ റേറ്റ് 995 രൂപയാണ് ഇതിനകത്ത് ഇവർ MRP ആയിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഞാൻ വാങ്ങിയപ്പം ഇതിന് 600 സംതിങ് എങ്ങാണ്ടാണ്, ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 600 സംതിങ് എങ്ങാണ്ടാണ് ഇതിൻ്റെ റേറ്റ് ഉള്ളത് കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഇവർ പറയുന്നത് സോഫ്റ്റ്, ജെൻറ്റിൽ ആൻഡ് നാച്ചുറൽ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 0+ മന്ത് തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക്, അതായത് ജനിച്ചു വീണ കുഞ്ഞുങ്ങൾ തൊട്ട് നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഷിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓഫ് കോഴ്സ് ഷിയ ബട്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അത്രയും മോയ്സ്ചർ എഫക്റ്റ് തരുന്ന, ഒരു വിധത്തിലുള്ള അലർജിക്കും ആക്കാത്ത ഒരു സംഭവമാണ് ഈ ഷിയ ബട്ടർ എന്ന് പറയുന്നത്. ഇത് ആഫ്രിക്കയിൽ നിന്നുള്ള ഷിയ എന്ന് പറഞ്ഞ മരത്തിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന സാധനമാണ് ഈ ഷിയ ബട്ടർ. ഇതിങ്ങനെ ഞങ്ങളൊക്കെ ഇത് വാങ്ങിയിട്ടുള്ളത് ഞങ്ങളുടെ ദുബായിൽ ഗ്ലോബൽ വില്ലേജിൽ നമ്മുടെ ഫെസ്റ്റ് വരും. അപ്പം അവിടെ പോയിട്ട് ആഫ്രിക്കയുടെ തന്നെ പവലിയൻ അവിടെ ഉണ്ടാകും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒറിജിനൽ ഷിയ ബട്ടർ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതാണ് ഞാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അതൊക്കെ അടിപൊളിയായിരുന്നു. ഷിയ ബട്ടറൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു പോയി. ഇപ്പം ഞാൻ ഇപ്പോൾ അവിടെ അല്ലാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ തീർന്നു പോയി. അപ്പം ഷിയ ബട്ടർ ഞാൻ പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് എത്രത്തോളം സ്കിന്നിനെ സോഫ്റ്റ് ആക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന, സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഷിയ ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പംകിൻ ഓയിൽ, പംകിൻ സീഡിൻ്റെ എക്സ്ട്രാക്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ പ്രത്യേകമായിട്ട് എനിക്ക് അറിയത്തില്ല അതിൻ്റെ പ്രത്യേക ഉപയോഗം എന്താണെന്നുള്ളത്. പക്ഷേ പംകിൻ്റെ എന്ത് സംഭവം നമ്മുടെ സ്കിന്നിന് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒന്നാണ്. പംകിൻ നമ്മളിങ്ങനെ ചിലത് ഫേസ് പാക്കൊക്കെ ആയിട്ട് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ വളരെയധികം ഒരു ഗ്ലോ തരുന്ന ഒരു എന്താ പറയുക, സോഫ്റ്റൊക്കെ ആക്കി തന്ന് വെക്കുന്ന ഒരു സംഭവമാണ് ഈ പംകിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മിക്സറാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ട് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവർ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഇവിടെ നോട്ട് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. അതായത് പ്ലാന്റ് ബേസ്ഡ് ആണ്, സർട്ടിഫൈഡ് വേഗൻ, അലർജൻ ഫ്രീ ആണ്, ടോക്സിൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ, മിനറൽ ഓയിൽ ഫ്രീ, അതുപോലെ GMO ഫ്രീ. എന്താണ് GMO എന്ന് എനിക്കറിയത്തില്ല, ഞാൻ സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ട് കേട്ടോ. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഇനി ഒന്ന് തുറന്ന് കാണിക്കാം. നല്ല പാക്കിങ്ങും ഒക്കെ സംഭവമാണ് കേട്ടോ, നല്ല ഇതുണ്ട്. ഇത് ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊരു ലിഡും കൂടിയുണ്ട്. ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാൻ, അതിങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യാം. ഇതാ
ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ളത് കണ്ട ഈ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു സംഭവമാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾ ഓർക്കുക, ഞാൻ ഇത്രയും നാളും ഞാൻ ഉപയോഗിച്ചിട്ട് ഈ സംഭവം ഇത്രേ തീർന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഇത് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ 600 സംതിങ് നമ്മൾ ഭയങ്കര എമൗണ്ട് ആണല്ലോ നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം ഇത് ഇത്രയും ഓർഗാനിക് ആയിട്ടുള്ള, ഇപ്പം ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതിപ്പം ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയാറ്. പക്ഷെ എന്നാലും ഇത്രയും കെമിക്കൽ ഫ്രീ, പാരബൻ ഫ്രീ, നമ്മുടെ മിനറൽ ഓയിൽ ഫ്രീ, പിന്നെ അലർജൻ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുന്ന ഒരു സാധനം ചുമ്മാതെ ഇവർക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇവർക്ക് കിട്ടുമല്ലോ, ഇത് ഇത്രയും ഫ്രീ ആണെന്നും പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടല്ലേ വരുള്ളൂ. പിന്നെ ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഈ പൗഡറൊക്കെ ഇട്ട് കൊടുക്കൂലേ, കുഞ്ഞി ബേബി പൗഡറൊക്കെ, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ്. ഈ കുഞ്ഞുങ്ങൾ കുളിച്ചിട്ടൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കുള്ള ഒരു ഇതില്ലേ, എന്തായാലും പറയണ്ടേ, അത് തന്നെ ആ ഒരു സംഭവമാണ്. ഒരു വളരെ ക്യൂട്ട്, എന്നാൽ കുത്തുന്ന സ്മെല്ലും അല്ല, ഒന്നുമല്ല, വളരെ ഒരു കുട്ടിത്തം നിറഞ്ഞൊരു സ്മെല്ലാണ് ഇതിനുള്ളത് കേട്ടോ. ആക്ച്വലി ഇത് ഫ്രാഗ്രൻസ് ഫ്രീ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ലൈറ്റായിട്ടുള്ള ഫ്രാഗ്രൻസ് ഉണ്ട്. എനിക്ക് ഏതൊക്കെ ഒരു പൗഡറിൻ്റെ ഒരു സ്മെല്ലാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കയ്യിൽ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, പെട്ടെന്ന് അങ്ങോട്ട് ലൈറ്റ് വെയിറ്റ് ആണ്, എന്നാൽ ഒരു ചെറിയൊരു വഴുവഴുപ്പുണ്ട് താനും. പക്ഷേ അത് നന്നായിട്ട് സ്കിന്നിലോട്ട് അബ്സോർബ് കുഞ്ഞുങ്ങൾക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ നിന്നോളും കേട്ടോ. കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്ത് കഴിയുമ്പം ഇത് നല്ല പോലെ മോയ്സ്ചർ ആവുന്നുണ്ട് സ്കിന്ന്. അപ്പം ഞാൻ രാത്രിയിലൊക്കെയാണ്, കിടക്കാൻ നേരത്താണ് ഞാൻ ജോർഡിന് ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. അപ്പം രാത്രി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ ആ ഒരു ക്യൂട്ട് സ്മെല്ല് അവൻ്റെ ബോഡി തന്നെ ഉണ്ടാവും. അത് മാത്രമല്ല സ്കിന്ന് അതുപോലെ ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു 80% സ്കിന്നിനെ ഫ്രഷ് ആക്കി നിർത്തുന്നുണ്ട്. ഇപ്പോൾ രാവിലെയൊക്കെ പകൽ സമയത്തൊക്കെ ഞാൻ കുളിപ്പിച്ചിട്ട് പുറത്തൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ് അവിടെ ഉണ്ടാവും. അവരുടെ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒന്നാമത്തെ ഈ വേനൽ ചൂടിനൊക്കെ നമ്മളിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ കുറച്ചിങ്ങനെ റഫായ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ കൈ പിടിക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് ഊർന്നു പോകുന്ന പോലെ ഫീലാണ് എനിക്ക് വരുന്നത്. അത്രേ ഒരു സോ ക്യൂട്ട് നമ്മൾ പറയില്ലേ എന്ന് പറയും പോലെ. അപ്പം ഞാൻ ഈ ഒരു സാധനം ഇടയ്ക്കിടയ്ക്ക് ഞാൻ അപ്പം എന്ന് പറയുന്നുണ്ടല്ലേ, വെരി സോറി. പിന്നെ ഈ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ കുഞ്ഞിനെ ഞാൻ യൂസ് ചെയ്തിട്ടാണ്. ഒരു പ്രൊഡക്റ്റ് പോലും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാതെ ഇന്നേ വരെ കാണിച്ചിട്ടുമില്ല. ഇതൊരു പെയ്ഡ് പ്രൊമോഷനും അല്ല, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമാണ്. എൻ്റെ കുഞ്ഞിന് ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം, അതായത് ജോർഡിന് അവനിപ്പം ജൂണിൽ 3 വയസ്സാവും. ആ ഒരു ഏജ് കാറ്റഗറി, അവനൊരു 2.5 വയസ്സ് മുതലാണ് തോന്നി ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത്രയും നാൾ ഞാൻ 2.5 അല്ല കേട്ടോ, ഒരു 2-3-4 മാസമായിട്ടുള്ളത് എൻ്റെ കൈ കിട്ടിയിട്ട്. അപ്പോൾ അത്രയും കണക്ക് കൂട്ടിക്കോ. അപ്പോൾ ആ ഒരു സമയം തൊട്ട് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നല്ല സാധനമാണ്. തീരെ കുഞ്ഞു പ്രായത്തിൽ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേറെ സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വേറെ പ്രൊഡക്റ്റുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് 0+ മന്ത് തൊട്ട് സ്യൂട്ടബിൾ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്താൽ തന്നെ ഭയങ്കര സുഖമാണേ. നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ ഞാൻ തൊടുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അയ്യോ ഇങ്ങനെ തൊടുമ്പോൾ ആൾക്കാർ ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും ചില സമയത്തൊക്കെ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ തൊടുമ്പം എൻ്റെ കൈ ഭയങ്കര റഫാണ്, ഡ്രൈ ആണേ. അപ്പോൾ ഇതിങ്ങനെ തൊടുമ്പോഴത്തേക്കും ഇതെന്നടി ഇങ്ങനെ റഫായിട്ടിരിക്കുന്നത് ചിലരോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരാൾക്ക് ഷേക്കാൻ്റൊക്കെ കൊടുത്തു നോക്കിയോ, ഇങ്ങനെ ഊർന്നു പോകും അവരുടെ കൈ, അതുപോലെ സുഖമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ നിങ്ങൾ ചിന്തിച്ച് വെക്കുക എത്ര സ്മൂത്തായിട്ട് ഇരിക്കും എന്നുള്ളത്. അപ്പോൾ അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ നിർബന്ധിക്കുന്നതല്ല, നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, കാരണം എന്നെപ്പോലെ ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഏതായിരിക്കും നല്ല ബ്രാൻഡ്, ഈ ഉപയോഗിച്ച ബ്രാൻഡ് തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കലായിരുന്നു എൻ്റെ പരിപാടി. അപ്പം വേറെ ഏതാ നല്ല ബ്രാൻഡുള്ളത് ഞാനിങ്ങനെ കുറേ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച കൂട്ടത്തിൽ നമുക്കിങ്ങനെ എന്നെപ്പോലെ ചിന്തിക്കുന്ന പല ആൾക്കാരും ആകും നിങ്ങളും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഏതായിരിക്കും നല്ലതായിരിക്കുമോ എന്ന് ചിന്തിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മോയ്സ്ചറൈസർ നിങ്ങൾ നോക്കി നടക്കുന്നില്ല, ഒരു ക്രീം നോക്കി നടക്കുന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് നിങ്ങളുടെ ആ ഒരു റിവ്യൂ കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിടണം. കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമ്പം എൻ്റെ കുഞ്ഞിനെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഉപയോഗിച്ചിട്ടോ ഉണ്ടായ എക്സ്പീരിയൻസ് ഞാൻ ഒരു റിവ്യൂ പോലെ ഇവിടെ വന്നിടുമ്പം നിങ്ങളും കൂടെ ഉപയോഗിച്ചിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർക്കും, മൂന്നാമതൊരു വ്യക്തിക്കും കൂടെ അത് ഉപയോഗപ്പെടും. കാരണം ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണോ എക്സ്പീരിയൻസ് എന്ന് അറിയാൻ പറ്റുമല്ലോ. ചിലർക്ക് നല്ലതായിരിക്കാം, ചിലർക്ക് സ്യൂട്ടാകാം. ഇപ്പം ഇത് എൻ്റെ കുഞ്ഞിന് സ്യൂട്ടായെന്ന് കരുതിക്കൊണ്ട് ചിലപ്പം വേറെ കുഞ്ഞുങ്ങൾക്ക് സ്യൂട്ടാവണം എന്നില്ല. പക്ഷേ എന്നാലും ഇതങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഇത് ഓൾമോസ്റ്റ് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്യൂട്ടാകുന്ന. സെൻസിറ്റീവ് സ്കിൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊക്കെ ഡോക്ടറെ കാണിച്ചിട്ട് അവർ പറയുന്ന ഒരു ക്രീം തന്നെ യൂസ് ചെയ്താൽ മതി. പക്ഷേ മറ്റുള്ള ഇപ്പം ഓയിലി സ്കിൻ ആയിക്കോട്ടെ, ഡ്രൈ സ്കിന്നാർക്ക് പക്കയാണ് കേട്ടോ. നിങ്ങളുടെ കുഞ്ഞ് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണുടച്ച് ഇത് വാങ്ങിക്കോ.
അപ്പോൾ ഡ്രൈ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, നോർമൽ സ്കിന്ന്, ഓയിലി സ്കിന്നുകാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. വൺസ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ ഒന്ന് നിങ്ങൾ പറയുക. എനിക്ക് തോന്നുന്നു ഒരിക്കലും ഉപയോഗിച്ചാൽ പിന്നെ നിങ്ങൾ ഇത് തന്നെ റീപർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എഗെയിൻ ഞാൻ പറയുന്നു, പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമാണ്, എൻ്റെ കുഞ്ഞിന് ഉപയോഗിച്ചിട്ടുള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.